സാധാരണ നമ്മൾ കംഫർട്ട് തുണിയിൽ നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറല്ലേ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം നിറയ്ക്കാനും വൃത്തിയാക്കി എടുക്കാനും ഈ ഒരു കംഫർട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. തീർച്ചയായിട്ടും ഇതിൽ ഷെയർ ചെയ്യുന്ന ടിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കംഫർട്ട് എങ്ങനെ നമുക്ക് വീട് വൃത്തിയാക്കാനും ഗ്ലാസുകൾ ക്ലീൻ ചെയ്യാനും കിച്ചൺ വൃത്തിയാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്ന നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. തിളച്ച് വരുമ്പം നമ്മളിതിലേക്ക് ഒരടപ്പ് കംഫർട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊഴിച്ച് ഇങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. നോൺ വെജ് ഒക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കംഫർട്ട് ഒഴിച്ചൊന്ന് തിളപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് മാറിക്കിട്ടും. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇനി നമുക്കിത് കിച്ചൺ സിങ്കിലേക്ക് ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നോൺ വെജൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പം സിങ്കിനുള്ളിലുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അത് പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിനുള്ളിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ നമുക്ക് 2 ആഴ്ചയൊക്കെ കൂടുമ്പം കുറച്ച് കംഫർട്ട് ഒന്ന് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. സിങ്ക് നിറഞ്ഞ് പെട്ടെന്ന് ബ്ലോക്ക് ആകാതിരിക്കാനായിട്ട് ഞാൻ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസുകളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കംഫർട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ലിക്വിഡ് ഞാൻ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു ലിക്വിഡ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കേട്ടോ. ആവശ്യമുള്ളപ്പം ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറാണ് പതിവ്. ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഡൈനിങ് ടേബിളിലുള്ള ആ ഒരു എണ്ണമെഴുക്കും സ്മെല്ലും ഒക്കെ മാറിക്കിട്ടാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത് ആ ഒരു കംഫർട്ടിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈച്ചയുടെ ശല്യമുള്ള സമയത്ത് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ ഒരൊറ്റ ഈച്ച പോലും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഞാനിപ്പോൾ ഒരു കോഫി ടേബിളാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കണ്ണാടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലിവിങ് റൂമിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ഈ ഒരു ഫ്ലവറിനുള്ളിൽ ഡസ്റ്റ് ഒന്നും പിടിക്കത്തില്ല. കാണാൻ നല്ല ഭംഗിയായിട്ട് കുറേ കാലം നിൽക്കും. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ ഇതെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ സോഫയിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം കിട്ടും. ചെറിയ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ മൂത്രമൊക്കെ വീണിട്ട് നമ്മുടെ സെറ്റിയും സോഫയും ഒക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സമയത്ത് റൂമിനുള്ളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ വീട് അടച്ചിട്ടിട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ കർട്ടനിലൊക്കെ നമുക്ക് ഈ ഒരു കംഫർട്ടിൻ്റെ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം പൂജ ഹോളിഡേയ്സിന് ഒരാഴ്ചത്തേക്ക് നാട്ടിലേക്ക് പോവുകയാണ്. അതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ് ടിപ്പുകളൊക്കെ ചെയ്യുന്നത്. തിരിച്ചു വന്ന് നമ്മൾ വീട് തുറക്കുന്ന സമയത്ത് ആ ഒരു അടച്ചിട്ട സ്മെല്ല് ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ രാത്രിയിൽ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റൗ ടോപ്പിലുള്ള എണ്ണമെഴുക്കും സ്മെല്ലും ഒക്കെ മാറാനായിട്ട് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു കംഫർട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തുടച്ചിടുകയാണെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് നമ്മുടെ കിച്ചണിനുള്ളിൽ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിന് മുകളിൽ ഒട്ടും തന്നെ എണ്ണമെഴുക്കുണ്ടാകില്ല. സ്ഥിരമായിട്ട് എറുമ്പിൻ്റെ ശല്യം പാറ്റയുടെ ശല്യമൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിൻ്റെ സൈഡിലുള്ള വാൾ ടൈലാണ് കേട്ടോ. നമ്മൾ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പം എണ്ണയൊക്കെ തെറിച്ചിട്ട് എപ്പോഴും അവിടെ ഒരു എണ്ണമെഴുക്കുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. തുണിയൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയെടുത്ത കംഫർട്ടിൻ്റെ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു തുണിയിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ കംഫർട്ടിൻ്റെ. തുണി കഴുകുന്ന സമയത്ത് നമ്മൾ കംഫർട്ടിൽ മുക്കി വെക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യുവാണെങ്കിൽ കുറേയേറെ സമയം ആ ഒരു മണം നമ്മുടെ തുണിക്കുള്ളിൽ നിൽക്കും. പ്രത്യേകിച്ചും അമിതമായിട്ട് വിയർക്കുന്നവർക്കൊക്കെ ഈ ഒരു ടിപ്പ് നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എയർ ഫ്രഷ്നർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ബോളുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങുമ്പം കിട്ടുന്നത്. അതിൽ കുറച്ച് കോട്ടൺ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കംഫർട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ടിട്ട് നമ്മൾ ലിവിങ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മുറി നിറച്ചും ആ ഒരു കംഫർട്ടിൻ്റെ മണമായിരിക്കും.
ഞാൻ മിക്കപ്പോഴും ബെഡ്റൂമിൽ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഈ ഒരു ടിപ്പ് വളരെ ഇഷ്ടമാണ്. ഇതുപോലെ ചെറിയ ബൗളിനുള്ളിൽ ഞാൻ കംഫർട്ട് ഒഴിച്ചിട്ട് ബെഡ്റൂമിൽ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ AC ഒക്കെ ഓണാക്കി കിടക്കുമ്പോൾ ആ ഒരു മുറിക്കുള്ളിൽ നമ്മൾ എടുത്ത ആ ഒരു കംഫർട്ടിൻ്റെ മണം ഉണ്ടാവും. മഴ സമയത്ത് നമുക്ക് ചവിട്ടിയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത് ഉണക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് റൂമിനുള്ളിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ചവിട്ടിയിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു കംഫർട്ടിൻ്റെ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്ന ചവിട്ടിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും. നമ്മൾ ലേഡീസിന് എല്ലാ ദിവസവും ഒന്നും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത കംഫർട്ടിൻ്റെ ലിക്വിഡ് നമ്മൾ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം ടൈലിലും അതുപോലെ തന്നെ ക്ലോസറ്റിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു ബാത്റൂമിനുള്ളിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ബാത്റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷവും നമുക്ക് കംഫർട്ടിൻ്റെ ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ബൗളിൽ കോട്ടണിൽ കംഫർട്ട് ഒഴിച്ചിരുന്നില്ലേ, അത് നമ്മൾ ബാത്റൂമിനുള്ളിൽ വെക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും നമ്മൾ ഓരോ പ്രാവശ്യം ബാത്റൂം ഉപയോഗിക്കുമ്പോഴും. ഈ ഒരു ലിക്വിഡ് നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് തറ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്ലാസ് പോലെ തിളങ്ങും. അതുപോലെ തന്നെ അണുക്കളും ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ മൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ല് മാറാനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധമൊക്കെ നിറയ്ക്കാനും ഇതുപോലെയൊക്കെ നമുക്ക് വീട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ബാക്കി ഉണ്ടായിരുന്ന ലിക്വിഡിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കിച്ചൺ ടവലാണ് കേട്ടോ ഞാൻ അതിലിട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് ഡിഷ് വാഷും കൂടെ ഈ ഒരു വെള്ളത്തിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കിച്ചൺ ടവലിലും നല്ല സ്മെല്ലായിരിക്കും. പൊതുവേ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലിൽ ഒരു എണ്ണമെഴുക്കും സ്മെല്ലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ മാറാനായിട്ട് ഇതുപോലെ നമുക്കൊന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കംഫർട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ടിപ്പുകളാണ് ഷെയർ ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.